أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ബഹുമാനികളായ പണ്ഡിതന്മാരെ, സാദാത്യങ്ങളെ, സ്നേഹനിധികളായ സുഹൃത്തുക്കളെ, 85-ാമത്തെ ശറഹുർ റാത്തീബിന്റെ ക്ലാസുമായാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ സംബന്ധിക്കുന്നത്. 23-ാമത്തെ ഫായിദയാണ്. ആ ഫായിദയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് വലിയൊരു വിഷയം തന്നെയാണ്. നമ്മൾ മുമ്പ് വിവരിച്ച ഫായിദ പോലെയല്ല ഈ ഫായിദ. ഇത് 135-ാം പേജ് മുതൽ കൂട്ടിയ 369 വരെ ഏകദേശം 269ഓളം പേജുകൾ വരുന്ന ഒരു വലിയൊരു ചർച്ചാ വിഷയം തന്നെ നടക്കുന്ന ഒരു ഫായിദയാണ് 23-ാമത്തെ ഫായിദ. എന്താണ് അതിലേക്ക് വരിക എന്നുള്ളത് നമുക്ക് തുടർന്നുള്ള ചർച്ചകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇതാണെങ്കിൽ വലിയൊരു ഫായിദ തന്നെയാണ്. ഈ ഫായിദയിൽ ചർച്ച ചെയ്യുന്നത് തൽഖീസു മാബി സബീലുൽ ഹിദായത്തി വർ റഷാദ്. സബീലുൽ ഹിദായത്തി വർ റഷാദ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അത് അഹ്മദ് ബിൻ ഹസൻ ബിൻ അബ്ദില്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, അഹ്മദ് ബിൻ ഹസൻ എന്ന് പറയുന്ന ഹദ്ദാദ് കുടുംബത്തിൽപ്പെട്ട മഹാനവറുകൾക്കുള്ളത് തന്നെയാണ് ഈ സബീലുൽ ഹിദായ വർ റഷാദ് എന്ന് പറയുന്നത്. ആ ഗ്രന്ഥത്തിലുള്ള രത്ന ചുരുക്കമാണ് ഈ 23-ാമത്തെ ഫായിദയിലൂടെ കൊണ്ടുവരുന്നത്. ആ കിതാബിൽ മാത്രമുള്ളതല്ല. ഉപകാരമായി കിട്ടുന്ന ഏതെല്ലാം കിതാബുകളുണ്ടോ അതിൽ നിന്നെല്ലാം തെരഞ്ഞു പിടിച്ച് വേണ്ടതെടുത്തുകൊണ്ട് ഒരു രത്ന ചുരുക്കമാക്കിയിട്ടാണ് 23-ാമത്തെ ഫായിദ ഈ ശറഹിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ 23-ാമത്തെ ഫായിദ കൊടുത്തിട്ട് ബഹുമാനപ്പെട്ട ഹബീബ് എന്നവർ പറയുന്നു. ഹബീബ് അലവി ബിൻ അഹ്മദ് ബിൻ ഹസൻ റളിയല്ലാഹു അൻഹു ആണല്ലോ ഈ ശറഹിന്റെ മുസന്നിഫിന്റെ പേര്. മഹാൻ പറയുന്നത് വഹിയ മഖ്സൂദു ഹാദൽ കിതാബി വലുബ്ബുഹു. നമ്മൾ ഇവിടെ പറയുന്ന ഈ 23-ാമത്തെ ഫായിദയുണ്ടല്ലോ, ഇത് തന്നെയാണ് ഈ ശറഹ് റാത്തീബ് എന്ന കിതാബിലെ മഖ്സൂദും അതിന്റെ കാമ്പും. ഇപ്പോഴാണ് കാമ്പിലേക്ക് ചാടിയത്. ആ കാമ്പിലേക്ക് എത്താൻ എല്ലാ റൂട്ടുകളുമാണ് നമ്മൾ എന്ത് ചെയ്ത് ക്ലിയറാക്കി ഇങ്ങനെ പോകുന്നത്. 22 ഫായിദയും പറഞ്ഞ് 23ലേക്ക് എത്തുമ്പോൾ എന്താ ഇപ്പൊ നടുക്കെത്തി അതിന്റെ നല്ല സത്തയിലേക്ക്. മുമ്പ് പറഞ്ഞതും അതുപോലെ തന്നെ ശേഷം വരാനിരിക്കുന്ന ഫായിദകളൊക്കെ ഉണ്ട്. ഇവയുടെ എല്ലാത്തിന്റെയും മുഖ്യമായി അടിസ്ഥാനപരമായി കളയാൻ പറ്റാത്ത നിൽക്കുന്ന ഏതെല്ലാമുണ്ടോ അത് മുഴുവനും ഈ 23-ാമത്തെ വണ്ണമായ ഫായിദയിലേക്ക് മടങ്ങി വരുന്നതാണ്. അതെല്ലാം ഇതിൽ ഉൾക്കൊള്ളുന്ന വിധത്തിലുള്ളതാണ് ഈ ഒരു ഫായിദ. പിന്നെ 269ഓളം പേജ് വന്നതിൽ അത്ഭുതപ്പെടാനില്ല. ഏതാനും ചർച്ച ചെയ്ത് നോക്കുമ്പോ അയ്യു ഫായിദ, വല്ലാത്തൊരു ഫായിദ. നമ്മൾ നിനക്ക് വളരെ സ്വായത്തമാക്കിയിട്ട് ഒരു സത്തയാക്കിയിട്ട് അങ്ങ് പറഞ്ഞു തരാം. കൂടുതൽ വിശദീകരിക്കണ്ട, കാമ്പ് മാത്രം തന്നെ പറയാം. തൽഖീസാക്കാന്ന് പറഞ്ഞാല് വേണ്ടാത്തതൊക്കെ കളഞ്ഞ് അത്യാവശ്യമായി ഏതോ അത് വേണ്ടതുപോലെ അവതരിപ്പിച്ച് പറഞ്ഞു തരിക, അങ്ങനത്തെ തൽഖീസ്. അയ്യുഹൻ നാദിറു ഫീ ആദിഹിൽ ഫവാഇദി ഫളാഇൽ റാത്തിബി മിനൽ കുതുബിൽ കസീറത്തി സ്വഹീഹ. പ്രബലമായ വലിയ വലിയ ഒരുപാട് അധിക ഗ്രന്ഥങ്ങളിൽ നിന്ന് ഈ പുണ്യമായിരിക്കുന്ന റാത്തീബിന്റെ ശ്രേഷ്ഠതകളെ ഈ ഫായിദയിലൂടെ നോക്കി മനസ്സിലാക്കുന്ന സഹോദര. ومن شرح سيدنا الوالد الذي على راتب جده القطب الغوث عبد الله بن علوي الحداد نفع الله بهما. നമ്മുടെ റാത്തീബിന്റെ മുസന്നിഫായ എന്റെ വല്യുപ്പയുമായ ഖുത്ബ് ഔസ് എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെടാൻ പറ്റുന്ന സ്റ്റാൻഡേർഡുള്ള അബ്ദുല്ലാഹി ഇബ്നു അലവി ഹദ്ദാദ് തങ്ങൾ ഉണ്ടാക്കിയതാണല്ലോ റാത്തീബ്. ആ റാത്തീബിന് നമ്മുടെ നേതാവായ പിതാവുമായ ഒരാൾ ഷറഹ് എഴുതിയിട്ടുമുണ്ട്. ആ ഷറഹിൽ നിന്നും ഈ റാത്തീബിന്റെ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കുന്നവനെ ഉഖദ്ദിമു ഖൗലഹു ബിഖൗലി ഖാല ബിശ്ശറഹി എന്ന് പറഞ്ഞുകൊണ്ടാണ്
ആ ഷറഹ് എഴുതിയ അഥവാ വല്യുപ്പയുടെ റാത്തീബിന് ഷറഹ് എഴുതിയ പിതാവായ എന്റെ നേതാവായ അഹമ്മദ് എന്ന് പറയുന്ന മഹാനവറുകൾ എഴുതുണ്ടാക്കിയതാണല്ലോ ഈ ഷറഹ്. ആ ഷറഹിൽ എന്റെ ഉപ്പ പറയുന്നു എന്ന് പറഞ്ഞാൽ ഷറഹിന്റെ മുസന്നിഫായ അഹമ്മദ് എന്നവര് പറയുന്നു എന്ന് കാലിട്ടുകൊണ്ട് എന്റെ വാക്കുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കിനെ ഞാൻ മുന്തിക്കും. എന്തിനാണത് അങ്ങനെ പറയുന്നത് ചോദിച്ചാൽ അതാണ് ആവർത്തിക്കുക എന്നതുകൊണ്ടുണ്ടായിത്തീരുമെന്ന് ഉറപ്പിക്കുക എന്നൊരു വിഷയം കിട്ടും. ഉറപ്പിക്കൽ കൊണ്ട് പ്രകാശത്തെ നൽകാൻ പറ്റുക എന്നുള്ളതും ഉണ്ടാകും. അപ്പൊ പ്രകാശം നൽകണമെങ്കിൽ ഉറപ്പ് വേണം. ഉറപ്പുണ്ടാവണമെങ്കിൽ ആവർത്തിക്കണം. ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ നല്ലോണം ആവർത്തി വായിക്കുമ്പോൾ മനസ്സിന്റെ ഉള്ളിൽ അത് ഉറച്ചു പോകും. മനസ്സിന്റെ ഉള്ളിൽ അത് ഉറച്ചുപോയി കഴിഞ്ഞാൽ പിന്നെ അതിനാൽ മറ്റുള്ളവർക്ക് പ്രകാശം നൽകുവാൻ കഴിയുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനെ ഷറയിൽ അതിന്റെ മുസന്നിഫ് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ആ വാക്കിനേക്കാൾ അഥവാ ബഹുമാനപ്പെട്ട എന്റെ വല്ലിപ്പയായ അബ്ദുല്ലാഹിബ്നു അലവി തങ്ങൾ പറയുന്നതിന് മുമ്പ് ഈ ഷറഹിന്റെ കാര്യം പറയുമ്പോൾ അത് പറഞ്ഞുകൊണ്ടായിരിക്കും ഞാൻ മുന്തിച്ചു പറയുക. പിന്നെ വഇലല്ലാഹി തആല മസീർ, അള്ളാഹുവിലേക്കാണ് അഭയകേന്ദ്രം. കാരണം ഇങ്ങനൊക്കെ പറയുമ്പോൾ എന്താ കാരണം എന്ന് ചോദിച്ചാൽ അന്നൽ വാലിദ അല്ലാഹു ബിഹി, മഹാനവറുടെ വാക്കാണ് ഞാൻ മുന്തിക്ക. വാലിദിന്റെ വാക്കല്ലേ മുന്തിച്ച് പറയാന്ന് പറഞ്ഞത്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഖറജ റാത്തിബ ശരീഫ മിനൽ അഹാദിസ് നബവിയ്യ ബിൽ അദില്ലത്തി സ്വഹീഹ, വ്യക്തമായ ശരിയായ തെളിവുള്ള നല്ല ലക്ഷ്യങ്ങളെ കൊണ്ട് റസൂലുള്ളാഹിന്റെ ഹദീസുകളിൽ നിന്ന് പുണ്യമായിരിക്കുന്ന ഈ റാത്തീബിനെ പുറപ്പെടുവിച്ചെടുത്തത് മഹാനവറുകളല്ലേ. അതുകൊണ്ട് ഏതെല്ലാം കിതാബുകളിൽ നിന്നാണോ ഈ റാത്തീബിനെയും ഹദീസിനെയും കൊണ്ടുവരുന്നത് തെളിവായിട്ട്, അത്തരം കിതാബുകളിലുള്ള ഹദീസിൽ ആരിലേക്കാണോ ചേർക്കാൻ പറ്റുമെങ്കിൽ അത് ചേർത്തുകൊണ്ട് ഇന്ന കിതാബിൽ ഇന്നാളെ തൊട്ട് പറഞ്ഞിട്ടുണ്ട് എന്നും ചേർത്തിക്കൊണ്ടാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. കുത്തുബിൽ ഫരീദത്തി മാ യുവാഫിഖു ഇൻദ കുല്ലി ദിക്ർ, എല്ലാ ദിക്റിന്റെയും അവസരത്തിൽ എന്താണോ അതിനോട് യോജിച്ചതെങ്കിൽ ആ യോജിച്ചത് തനിച്ചുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ ഉദ്ധരിച്ചുകൊണ്ട് ഓരോ ദിക്റിന്റെ ഫായിദകളും അതിനോടനുബന്ധിച്ചുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്യും. കുത്തുബി സയ്യിദിന സാഹിബി റാത്തിബി, കൂടുതലും ഈ ഹദ്ദാദിന്റെ മുസന്നിഫായ അലവിബിനു അബ്ദുല്ലാഹിബിൻ അലവി തങ്ങൾ പറഞ്ഞല്ലോ, ആ മഹാനവറുകളുടെ ഗ്രന്ഥം ഒരുപാടുണ്ട്. അതിൽ നിന്നായിരിക്കും കൂടുതൽ ചർച്ചയ്ക്ക് കൊണ്ടുവരിക. വൽ ജുസ്ഇ ത്സാനി മിൻ കിതാബിൽ ഖിർതാസ്, അതുപോലെ ഖിർതാസ് എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. അതിന്റെ രണ്ടാം ഭാഗത്തിൽ നിന്നുമാണ് കൊണ്ടുവരിക. വലാ നുതവ്വിൽ ബി ഫളാഇലി സുവരി വൽ ആയാതി, വിശുദ്ധമായിരിക്കുന്ന ഖുർആൻ ആയത്തുകളും സൂറത്തുകളും അത് പറയുന്നുണ്ടെങ്കിലും അവയുടെ പോരിഷകളും ശ്രേഷ്ഠതകളും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഫായിദ നീട്ടിപ്പരത്തി പറയൂല. എന്താ അത് പറയാത്തത്? പറയാൻ പറ്റാത്തത് കൊണ്ടല്ല. പറയാത്തത് സൂറത്തി ഫളാഇലിൽ കസീറ, സൂറത്തുകളുടെയും ആയത്തുകളുടെയും ഒക്കെ ശ്രേഷ്ഠതകൾ അധികമായി പ്രചാരമുണ്ടല്ലോ. അല്ലത്തീ, എങ്ങനത്തെ ഫളായിലുകൾ അഫ്റദൽ ഉലമാബി തൈരീഫി, ഓരോ സൂറത്തുകളുടെയും ഓരോ ആയത്തിന്റെയും ശ്രേഷ്ഠതകൾ വിവരിക്കുവാൻ വേണ്ടി തന്നെ സ്വന്തം തന്നെ അതിനെ മാത്രം പ്രതിപാദിക്കാൻ പറ്റുന്ന ഗ്രന്ഥങ്ങൾ പണ്ഡിതന്മാരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവ എല്ലാവർക്കും അതറിയും. അതുകൊണ്ട് കൂടുതൽ പ്രചാരമുള്ളത് കൊണ്ട് ഉന്നത സ്ഥാനമുണ്ടെങ്കിൽ അത് മുഴുവൻ എണ്ണി പറയേണ്ട ആവശ്യമില്ല. അഥവാ എങ്ങാനും നമ്മൾ പറയുകയാണ് എങ്കിൽ തന്നെ അത് നീട്ടിപ്പരത്തി ഫളിലത്ത് പറയലല്ല. ലാക്കിന്നത്തെ ബർറക്കു ബിശൈഇൻദാലിക, അവകളിൽ നിന്ന് വല്ലതുകൊണ്ടും ബർക്കത്ത് കിട്ടും നമുക്ക്. ആ ബർക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുക, അല്ലാ നീട്ടിപ്പരത്തി പറയൂല. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു ഇങ്ങനെ ബർക്കത്ത് എടുക്കുവാൻ പറ്റും, അതുകൊണ്ട് പറയുമെന്നല്ലേ. അതിന് തെളിവായിട്ട് നമുക്ക് രണ്ട് ഹദീസ് വിശദീകരിക്കാം. ഖാലൽ ഇമാം ഷർജി, ഇമാം ഷർജി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫി കിതാബിൽ ഫവായിദ്, ഫവായിദ് എന്ന് പറയുന്ന തന്റെ കിതാബില് എന്താ പറയുന്നത്? ഫിൽ ഹദീസി, ഹദീസിൽ കാണാം, ഖുദ് മിനൽ ഖുർആനി മാ ശിഅത ലിമാ ശിഅത,
വിശുദ്ധമായിരിക്കുന്ന ഖുർആനിൽ നിന്ന് നീ എന്താണോ ഉദ്ദേശിച്ചതെങ്കിൽ അത് നീ എടുത്തോ. ഏതൊരു കാര്യത്തിനെയാണോ നീ ഉദ്ദേശിച്ചത് അതിനു വേണ്ടി എടുത്തോ. അപ്പൊ ബർക്കത്ത് വിചാരിച്ചുകൊണ്ട് പറയാം. നീ ഹദീസ് കൊണ്ട് കിട്ടിയല്ലോ. ഒന്നും കൂടിയും പറയാം. ഹദീസിലുണ്ട് അന്ന ഫദ്ല കലാമില്ലാഹി അലാ സായിൽ കലാമി കഫദ്ലില്ലാഹി തആല അലാ ഖൽഖിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ പരിശുദ്ധമായിരിക്കുന്ന വചനത്തിന്റെ ശ്രേഷ്ഠത മറ്റു കലാമിനേക്കാളും മറ്റു സംസാരത്തെക്കാളും ആലോചിക്കുമ്പോൾ ഏതുപോലെയാണ്? സൃഷ്ടികളെക്കാൾ അല്ലാഹു തആലാന്റെ ദാത്തിന് എത്ര കണ്ട് ശ്രേഷ്ഠതയുണ്ടോ അതുപോലെ തന്നെയാണ്. അപ്പൊ അള്ളാഹുവിന്റെ ദാത്തിന് എല്ലാത്തിനേക്കായും മികവും ശ്രേഷ്ഠതയുണ്ട്. അതുപോലെ അള്ളാന്റെ കലാമിനുമുണ്ട് മറ്റു കലാമുകളെക്കാൾ. അപ്പൊ ആ കലാം അത്രയും ശ്രേഷ്ഠതയുള്ള കലാമോടെ പറയുമ്പോൾ ബർക്കത്ത് കിട്ടുമല്ലോ. ആ നിലക്ക് പറയും. ഈ രണ്ട് ഹദീസും ഫവായിദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇമാം ഷർജി തങ്ങൾ കൊടുത്തതാ. അത് കൊടുത്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ ഇവിടെ പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് പറയാനാ. ഇനി വേറൊരു ചരിത്രം നമുക്ക് കാണാം. വേറെ വിഷയം ഒരു ഇമാം പറയുന്നു. ഖാലൽ ഇമാമുൽ ഖൈത്തി ഫീ കിതാബിൽ മുഅല്ലഫി ഫീ ഫളാഇൽ ശഅബാന. പുണ്യമായിരിക്കുന്ന ബർക്കത്തിന് രണ്ടാമത്തെ മാസമായ ഷഅബാനിന്റെ പുണ്യതകളെ വിവരിക്കുന്ന കൂട്ടത്തിൽ രചിക്കപ്പെട്ടൊരു കിതാബുണ്ട്. ആ കിതാബിന്റെ പേരാണ് അൽ മുഅല്ലഫ് ഫീ ഫളാഇൽ ശഅബാൻ എന്ന് പറയുന്ന കിതാബ്. ആ കിതാബിൽ ഇമാം ഖൈത്തി എന്ന് പറയുന്ന മഹാനവറുകളുടെ ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. എന്താണ് ഹദീസ് നോക്കാം. ഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മൻ അറാദ ഇൽമൽ അവ്വലീന വൽ ആഖിരീന ഫൽയുസവ്വിരിൽ ഖുർആന. ആദ്യത്തേവരുടെയും അവസാനത്തേവരുടെയും ഒക്കെ വിജ്ഞാനങ്ങൾ കരഗതമാക്കാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർക്ക് എവിടേക്കും വേണ്ട, ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിക്കും മനസ്സിലാക്കുന്നു വേണ്ട, വിശുദ്ധമായിരിക്കുന്ന ഖുർആൻ തന്നെ മനസ്സിലാക്കിയെടുത്താൽ മതി. ചില പണ്ഡിതന്മാര് പറയുന്നു ലികുല്ലി ആയത്തിൻ സിത്തൂന ഫമിൻ. ഓരോ ആയത്തിനും 60ഓളം വായുണ്ടെന്ന് പറഞ്ഞാൽ 60 ആശയങ്ങളും അർത്ഥങ്ങളും ഒരു ആയത്തിനുണ്ട് എന്നതിന്റെ അർത്ഥം. കാലബാദ് അയിമ്മത്തിൽ ഖുർആ, ഓത്തുകാരായ ചില ഇമാമിങ്ങൾ പറയുന്നത് അൽ ഖുർആനു യഅ്തബി അലാ 77,000 ഇൽമിൻ വ ഇൽമിൻ. 70,200ഓളം അറിവുകൾ വിശുദ്ധമായിരിക്കുന്ന ഖുർആൻ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അയിമ്മത്തുൽ ഖുർആനിലെ ചില ആൾക്കാർ പറയുന്ന അഭിപ്രായം. വഇന്നമാ ഖാല ദാലിക, നിശ്ചയമായിട്ടും ഇങ്ങനെ 77,200 അറിവ് ഇതിലുണ്ടെന്ന് പറയണമെങ്കിൽ വിജ്ഞാനം അതിലുണ്ട് എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ അന്ന അദദ കലിമാത്തുൽ ഖുർആനി, വിശുദ്ധമായിരിക്കുന്ന ഖുർആനിന്റെ വചനങ്ങൾ എണ്ണിയെടുത്താൽ 19,000 കലിമത്തിൻ 300,000 കലിമ, 3,19,000 വരുന്ന കലിമത്തുണ്ട്. 3,19,000 വചനങ്ങൾ വിശുദ്ധമായിരിക്കുന്ന ഖുർആന്റെ വചനങ്ങളായി ഉണ്ട്. അങ്ങനെ വരുമ്പോൾ കിട്ടുന്ന അറിവിനെ കുറിച്ച് പറഞ്ഞതാണ് ഈ അറിവ്. ഇങ്ങനെ പല അഭിപ്രായങ്ങളും വിശുദ്ധമായിരിക്കുന്ന ഖുർആനെ പറ്റി പറയുന്നു. ഇങ്ങനത്തെ ഖുർആൻ ബർക്കത്തുള്ള ഖുർആനല്ലേ. അപ്പൊ നമ്മൾ ആ നിലക്ക് പറയുകയും ഖുർആനെ മനസ്സിലാക്കുവാൻ വേണ്ടി പറയുകയും ചെയ്യും. അങ്ങനത്തെ ഗ്രന്ഥമാണ് നമ്മുടെ കയ്യിലുള്ളത്. അങ്ങനത്തെ സൂറത്തുകളും ഒക്കെയാണ് നമ്മൾ ഓതുന്നതെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഓരോ വചനമെടുത്താൽ ആ ഓരോ വചനത്തിനും 2 ആശയം കിട്ടും. രഹസ്യമായ അർത്ഥമുണ്ട്, ബാഹ്യമായ എല്ലാവർക്കും തിരിയുന്ന അർത്ഥവുമുണ്ട്. മുത്തലവൻ, ഒരതിർത്തിയുമുണ്ട്. അതുപോലെ വെളിവാകാൻ പറ്റുന്നതൊക്കെയോ അത് ഒരു കലിമത്തിൽ തന്നെയുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്കെന്ത് മനസ്സിലാക്കിയെടുക്കാം? അപ്പൊ നമുക്കിവിടെ 77,200 അറിവുകൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുമെന്നാണ്. ബൽ മാത്രമല്ല ഉലൂമുൽ അവ്വലീന വൽ ആഖിരീന മൗജൂദത്തുൻ ബിൽ കിതാബിൽ മുബീൻ. പൂർവികന്മാരായ ആളുകളെ കുറിച്ചുള്ള അറിവുകളും ബേക്കിൽ വരുന്ന ആളുകളെ കുറിച്ചുള്ള അറിവുകളുമെല്ലാം വിശുദ്ധമായ ഖുർആനിലുണ്ട്. അതാണ് ഖൗലുഹു തആല, അല്ലാഹുവിന്റെ വാക്ക്, മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈഇ,
വിശുദ്ധമായിരിക്കുന്ന ഖുർആനിൽ നിന്ന് നമ്മൾ ഒന്നിനെയും ഒഴിവാക്കിയിട്ടില്ല, എല്ലാം അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇങ്ങനെ പറയുന്ന മഹത്തായ ഒരു ഗ്രന്ഥം വേറെ എവിടെയുണ്ട്? ഇല്ലല്ലോ. അതിന്റെ വാക്താക്കളാണ് നമ്മൾ. ഈ ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകിയതാണ്. അതാണ് നമ്മുടെ വിശുദ്ധമായ ഖുർആൻ. ഇങ്ങനെ വിശുദ്ധമായിരിക്കുന്ന ഖുർആന്റെ സവിശേഷതകൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആയത്തുകളെ കുറിച്ചും ഹദീസുകളെ കുറിച്ചും കുറച്ച് പായ്ത പറയും, കലിമത്തിനെ കുറിച്ചൊക്കെ. അത് ബർക്കത്തിന് വേണ്ടി പറയുകയാണെന്ന് നിങ്ങൾ കരുതിയാൽ മതി എന്നാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞുകൊണ്ടുവരുന്നത്. ആര്? നമ്മുടെ ഹബീബ് എന്നവര് പറയുകയാണ്. സബിൽ ഹിദായത്തി റഷാദിൽ ചുരുക്കമാണ് ഈ പറഞ്ഞുകൊണ്ടുവരുന്നതൊക്കെ. തെമ്പീഹിട്ട് കൊണ്ട് പറയുന്നു. ഖാൽ, നമ്മുടെ മുസന്നിഫ് അവർ പറയുന്നു. എന്തിന്റെ മുസന്നിഫ്? സബിൽ ഹിദായത്തി റഷാദ് എന്ന് പറയുന്ന ആ കിതാബിന്റെ മുസന്നിഫ് പറയാണ്. അപ്പൊ വിശുദ്ധമായ ഖുർആന്റെ സവിശേഷത മനസ്സിലായല്ലോ. അതിന്റെ എണ്ണങ്ങളും വചനങ്ങളും അതിന്റെ ആശയാർത്ഥം ഇതാണ് ഖുർആനെന്ന്. ഇനി വിശുദ്ധമായിരിക്കുന്ന ഖുർആൻ ക്രമീകരണത്തിൽ ആയത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ക്രമപ്രകാരം സൂറത്തുകളും അധ്യായങ്ങളും ക്രമമായിട്ടിട്ടുണ്ട്. ഫാത്തിഹ, ബഖറ, ആൽ ഇംറാൻ, നിസ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ക്രമല്ലേ. ഈ ക്രമത്തെ കുറിച്ചാണ് പണ്ഡിതന്മാര് ഭിന്നമായിട്ടുണ്ട്. ഈ തർത്തീബ് സുവരി, വിശുദ്ധമായിരിക്കുന്ന ഖുർആന്റെ അധ്യായങ്ങളെ ക്രമീകരിക്കുന്നതിൽ ഹൽ ഹുവ തൗഖീഫിയുൻ മിനൻ നബിയ്യി ഔ ഇജ്തിഹാദുൻ മിനസ് സ്വഹാബത്തി ബഅദൽ ഇജ്മാഇ അലാ അന്ന തർതീബൽ ആയാത്തി തൗഖീഫിയുൻ വൽ ഖത്ഉ അലാ ദാലിക. ഇങ്ങനെയാണ് തർക്കം. എന്ന് പറഞ്ഞാല് സൂറത്തുകളെ ക്രമീകരിക്കുക എന്നുള്ളത് നബിയിൽ നിന്ന് അങ്ങനെ കിട്ടിയതാണോ, അല്ലെങ്കിൽ ആയത്തുകളെല്ലാം ക്രമീകരിച്ച് വന്നത് നബിയിൽ നിന്ന് അങ്ങനെ കിട്ടിയതാണ്, അതിന്റെ മേൽ ഉറപ്പമാണ്, അതിന് സഹാബാക്കൾ ഇജ്മാ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സൂറത്തുകളെ കുറിച്ചുള്ള ക്രമീകരണം സ്വഹാബാക്കൾ എന്നുള്ള അധ്വാനമാണോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. അതും വിശുദ്ധമായിരിക്കുന്ന ഖുർആന്റെ പരിചയം മനസ്സിലാക്കുമ്പോൾ ഇത് നമുക്ക് അറിയണമല്ലോ. മുഅ്തമദും ഉംദയുമായ കാര്യം തന്നെ ഇത് നമുക്കറിയണം. നാടന്മാരായാലും അതിന്റെ ക്രമീകരണം എങ്ങനെ കിട്ടി ഇതൊക്കെ അറിയണമല്ലോ. فذهب جماعة من العلماء إلى أن ترتيب السور باجتهاد من الصحابة. ഒരു കൂട്ടം പണ്ഡിതന്മാര് പറയുന്നത് ഈ സൂറത്തുള്ള ക്രമീകരണം നടന്നത് സ്വഹാബാക്കളുള്ള ഇജ്തിഹാദ് പ്രകാരമാണ് എന്നാണ്. അത് ആരാ പറഞ്ഞെന്ന് ചോദിച്ചാൽ മിൻഹുൽ ഇമാം മാലിക് വൽ ഖാദി അബൂബക്കർ ബാഖില്ലാനി ഫി അഹദി ഖൗലൈഹി. മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെയും അൽ ഖാദി അബൂബക്കർ ബാഖില്ലാനി എന്ന് പറയുന്ന മഹാൻ രണ്ടഭിപ്രായമുണ്ട്. അഭിപ്രായത്തിൽ ഒരഭിപ്രായം ഇങ്ങനെയാണ്. ആ കൂട്ടത്തിൽപ്പെട്ടവരാണ് ഇവർ. സ്വഹാബാക്കളുടെ ഇജ്തിഹാദാണ് സൂറത്തിന്റെ ക്രമീകരണം എന്നാണ്. എങ്കിൽ വദഹബ ജമാഅത്തുൻ ആഖിറൂന ഇലാ അന്നഹു തൗഖീഫിയുൻ. അങ്ങനെയല്ല, അത് റസൂലുള്ളാഹിൽ നിന്ന് അങ്ങനെ തന്നെ ക്രമീകരിച്ച് വന്നതാണ് എന്ന് ഒരു കൂട്ടം പണ്ഡിതന്മാർ പറയുന്നു. ആ കൂട്ട പണ്ഡിതന്മാരിൽ പെട്ടതാണ് ഖാദി അബൂബക്കർ ബാഖില്ലാനി റളിയല്ലാഹു അൻഹു ഫി അഹദി ഖൗലിഹി ഫഖലായിഖുൻ. മഹാനവറുകൾക്ക് രണ്ട് ഖൗലുണ്ട്. നേരത്തെ ഒന്ന് പറഞ്ഞു, മറ്റൊരു ഖൗല് ഇങ്ങനെയാണ്. ഈ ഖൗലിന്റെ കാര്യത്തിൽ ഖാദി അബൂബക്കർ തങ്ങളും അതുപോലെ കുറെ പടപ്പുകളും ഒക്കെ പണ്ഡിതന്മാരൊക്കെ റസൂലുള്ളാഹിൽ നിന്ന് കിട്ടിയതാണ് ഈ തർത്തീബ് എന്ന് പറയുന്ന ആളുകളാണ്. കാലഭാഗവും ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്ത് തർത്തീബ് സുവരി ആക്കഥാ. ഈ വിശുദ്ധമായിരിക്കുന്ന ഖുർആൻ നമ്മൾ കണ്ടതായിരിക്കുന്ന ഈ സൂറത്തുള്ള ക്രമീകരണം ഇങ്ങനെ തന്നെയാണ്. അത് ഇങ്ങനെ തന്നെയാണെന്നത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഇൻദല്ലാഹി ഫിൽ ലൗഹിൽ മഹ്ഫൂദ് അലാ ഹാദാ തർതീബ്. നമ്മുടെ മുസാഹിബിൽ കണ്ടതായിരിക്കുന്ന ഈ ക്രമീകരണം ലൗഹിൽ മഹ്ഫൂദിൽ ഇങ്ങനെ തന്നെയാണുള്ളത്. അതിൽ നിന്ന് വന്നതാണല്ലോ, അതേമാതിരി തന്നെയാണ് അവിടെ ഉള്ളത്. ആ ക്രമമാണ് ഇവിടെയെന്ന് ചില പണ്ഡിതന്മാര് പറയുന്നു. അപ്പൊ മൂന്നഭിപ്രായമായി. ഈ മൂന്നിൽ ഏതും പറയാം. വാത്വാനബീദാലിക്ക, അത്തരം കാര്യത്തിൽ ഒരുപാട് നീട്ടിപ്പരത്തി ആ ഭാഗത്ത് പറഞ്ഞിട്ടുമുണ്ട്. ആ പണ്ഡിതന്മാർ ചില പറഞ്ഞു. വറജ്ജഹു, ഈ പറഞ്ഞ അഭിപ്രായത്തെ അവർ റാജിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അതില്ലത്തിൻ കസീറത്തിൻ വാളിയത്തിൻ, വിശാലമായി അധികമായി തെളിവുകൾ നിരത്തി തന്നെ ഈ ഒരു അഭിപ്രായത്തെ അവർ വിലപ്പെടുത്തി കാണാനുമുണ്ട്. അതുകൊണ്ട് ഫൻദുർ ഇൻ ശിഅത ഹുനാക, നിനക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ അതറിയണമെങ്കിൽ ഇവിടെ പറയുന്നില്ല. നീട്ടി പരത്തി പറഞ്ഞാൽ കിതാബ് നീണ്ടുപോകും, നമ്മുടെ വിഷയവും പോകും. അതുകൊണ്ട് അവിടെ തേടിക്കോ ആ വിഷയം പറഞ്ഞെടുത്ത് നിനക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ. വൈനറത്തൽ ബസ്തവി ആദിൽ മസ്അലതി വഅലൈക ബിൽ ഇത്ഖാനി ബി ഉലൂമിൽ ഖുർആനി ലിസയ്യിദിന ജലാലുദ്ദീൻ ശുയൂത്തി. ജലാലുദ്ദീൻ ശുയൂത്തി റളിയല്ലാഹു തആല അൻഹുവിനുള്ള ഗ്രന്ഥമാണ് ഇത്ഖാനു ബി ഉലൂമിൽ ഖുർആൻ. നമ്മൾ പറയുന്ന സാധാരണ ഇത്ഖാൻ
ആ ഇത്ഖാൻ എന്ന് പറയുന്ന ഗ്രന്ഥം എടുത്തോ കൂടുതൽ വിഷയം ഇതിനെപ്പറ്റി ഖുർആന്റെ എണ്ണത്തെക്കുറിച്ചും അതിന്റെ ക്രമീകരണത്തെക്കുറിച്ചും അക്ഷരങ്ങളെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ ആ കിതാബ് എടുത്തോ, അത് മനസ്സിലാക്കിക്കോ. അതേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. ഞാൻ മഹാനവറുകളെ കണ്ടിട്ടുണ്ട് ആ വിഷയത്തിൽ വിശുദ്ധമായ ഖുർആൻ എല്ലാ കാര്യങ്ങളിലും വളരെ വിശദമായി പരത്തി പറഞ്ഞ കിതാബ് ആ കിതാബാണ്. അതുകൊണ്ട് അത് തേടിക്കോ എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഉണർത്തിക്കൊണ്ട് നമ്മോട് പറയുന്നു. അങ്ങനെ ഈ പോരുന്നത് സബിൽ ഹിദായ വർ റഷാദയിലുള്ള തൽഖീസാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് തുടരാം. ഇനി നമുക്ക് പറയാനുള്ളത് വിശുദ്ധമായിരിക്കുന്ന ഖുർആന്റെ സവിശേഷത ചുരുങ്ങിയ രീതിയിൽ ഇവിടെ പറഞ്ഞു. ഇനി അതിലുള്ള വലിയൊരു ആയത്ത് തന്നെയാണ്, പ്രധാനമുള്ളൊരു ആയത്താണ് ഫാത്തിഹ. ആ ഫാത്തിഹ ഓതിക്കൊണ്ടല്ലേ നമ്മൾ തുടങ്ങാറ്. ആ ഫാത്തിഹയുടെ ശ്രേഷ്ഠത എന്ത് എന്ന് ചുരുങ്ങിയ രീതിയിലൂടെ നമുക്കിനി ഇൻഷാ അല്ലാഹ് ശനിയാഴ്ചത്തെ ക്ലാസ്സിലൂടെ കേൾക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇത് നമ്മിൽ അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ, ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുന്ന കൂട്ടത്തിൽ നമ്മയും കുടുംബങ്ങളൊക്കെ അള്ളാഹു തആല ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.